മുളക ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇത് അഗത്തി ദ്വീപിലെ മുളക ബീച്ചാണ്. ഇവിടെ ഹംദാൻ ബീച്ചുണ്ട്, മുളക ബീച്ചുണ്ട്, ഇങ്ങനെ ഒരുപാട് ബീച്ചുണ്ട്. ഇവിടെ നല്ല മനോഹരമായ ഒരു ഏരിയയാണ് ഈ കാണുന്നത് കേട്ടോ. നോക്ക്, ഇവിടെ നിരവധി ബോട്ടുകളാണ്. ഇത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ വല്ലാതെ ടൂറിസ്റ്റുകൾ വരുന്നില്ല. ഒന്നാമത് വെസലില്ല, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദ്വീപുകളിലേക്ക് പോകാനുള്ള വലിയ ബോട്ടുകളില്ല. അതുപോലെ കപ്പലിൻ്റെ ഇത് ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് മാത്രമാണുള്ളത്. ഫ്ലൈറ്റിലാണ് നമ്മളിവിടെ എത്തിയത്, ഈ അഗത്തി ദ്വീപിലെത്തിയത്. അപ്പം ഇവിടെ മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. ഇവിടെ പരിസരം നോക്കി നല്ല ധാരാളം തെങ്ങിൻ തോപ്പുകളാണ്. ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതിയാണ്. പ്രകൃതി പറഞ്ഞാൽ ചുറ്റുഭാഗവും നിറഞ്ഞു നിൽക്കുന്ന കടലിൻ്റെ ചുറ്റുഭാഗവും തെങ്ങിൻ തോപ്പുകളാണ്. പിന്നെ കടൽ നോക്കി ഞങ്ങൾ പച്ച കളറുള്ള ലഗൂൺ കടലാണ്. ഈ കടലിൽ മത്സ്യം, വിവിധ ഇനങ്ങളായ മത്സ്യങ്ങൾ ഇവിടെ കിട്ടും. അതിൽ കാര്യമായിട്ട് ഇവിടെ കിട്ടുന്ന മത്സ്യം, ഇവർക്ക് കാര്യമായിട്ട് ഭക്ഷണം, അച്ചാറ്, പിന്നെ ചമ്മന്തി, കറി, വിവിധങ്ങളായ തരത്തിലുള്ള ബിരിയാണിക്കുള്ള സാധനം, ഇതെല്ലാം ഇവർക്ക് ഈ കടലിൽ നിന്ന് കിട്ടുന്ന ചൂരമീനാണ്. പിന്നെ ലഗൂൺ മത്സ്യം വേറെ ഉണ്ട്. നോക്കി ഇങ്ങോട്ട് പോരെ, ഇവിടുത്തെ മനോഹരമായ ബീച്ചാണ് ഹംദാൻ ബീച്ച്. ഇത് മുളക ബീച്ചാണ്. ഇവിടെ വിവിധ തരം ആക്ടിവിറ്റീസുകളുണ്ട്. വിവിധ തരം ആക്ടിവിറ്റീസുകൾ എന്ന് പറയുമ്പോൾ അതിൽ കയാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലുള്ള യാത്ര ഉണ്ട്. അതൊക്കെ വളരെ മനോഹരമായ, വളരെ വൈബുള്ളൊരു തന്നെയാണ് അത്. പിന്നെ സ്കൂബ ഡൈവിങ്, കടലിൻ്റെ ആഴത്തിലേക്ക് പോയിട്ട് മത്സ്യത്തിനൊക്കെ കാണുന്ന സ്കൂബ ഡൈവിങ് അതുണ്ട്. അപ്പോൾ നോക്കി, കടൽ ഇപ്പം കുറച്ച് അല്പം ശോഭത്തിലാണ്. കാരണം ഇത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ കടൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമ്മളെ കോഴിക്കോടും അവിടെയും ഇവിടെയൊക്കെ കാണുന്ന പോലെയുള്ള ആ ഒരു വലിയ ഇതൊന്നും കാണുന്നില്ല. പിന്നെ ഈ ചുറ്റുഭാഗത്ത് കാണുന്ന പ്രൊട്ടക്ഷൻ വാളാണ് കേട്ടോ. പ്രൊട്ടക്ഷൻ വാളാണ് ഈ കാണുന്നത്. ആ നിറഞ്ഞു നിൽക്കുന്ന ഈ കുറ്റികളൊക്കെ പ്രൊട്ടക്ഷൻ വാളാണ്. പ്രൊട്ടക്ഷൻ വാൾ എന്ന് പറഞ്ഞാൽ ഇത് പ്രൊട്ടക്ഷൻ വാളാണ്.